ജൂലൈ 11 ജനസംഖ്യാ ദിനം. ഇന്നത്തെ വീഡിയോ ജനസംഖ്യാ ദിനത്തോടനുബന്ധിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. വൈകാതെ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ജനസംഖ്യാ ദിനം ആചരിക്കുന്നത് എപ്പോഴാണ്? ഉത്തരം ജൂലൈ 11. ജനസംഖ്യാ ദിനം ആദ്യമായി ആചരിച്ച വർഷം 1989. ജനസംഖ്യാ ദിനത്തിൻ്റെ പ്രഥമ പ്രതിപാദ്യ വിഷയം എന്തായിരുന്നു? കുടുംബാരോഗ്യത്തിൻ്റെയും വികസനത്തിൻ്റെയും കൂട്ടായ പ്രവർത്തനം. UN ജനസംഖ്യാ ഫണ്ടിൻ്റെ ആസ്ഥാനം ന്യൂയോർക്ക്. ലോക ജനസംഖ്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഏതാണ്? ഇന്ത്യ. കഴിഞ്ഞ നൂറ്റാണ്ടിൽ, അതായത് 20th സെഞ്ച്വറി, 20ാം നൂറ്റാണ്ടിൽ ലോക ജനസംഖ്യ എത്ര ഇരട്ടിയായി വർദ്ധിച്ചു? 4. ജനസംഖ്യാ ദിനം ഏത് സംഘടനയാണ് ആചരിക്കുന്നത്? ഉത്തരം UN. ഇന്ത്യയിലെ ജനസംഖ്യ പ്രതിവർഷ വളർച്ചാ നിരക്ക് എത്രയാണ്? 1.2%. UN ജനസംഖ്യാ ഫണ്ടിൻ്റെ പ്രഥമ ഡയറക്ടർ ആരായിരുന്നു? റഫ്റ്റി ഹൗഫ്. ജനസംഖ്യാ ദിനം യോജിച്ച ആഗോള സംഘടന UN. ജനസംഖ്യാ സാന്ദ്രത ഏറ്റവും കൂടുതലുള്ള രാജ്യം ഏതാണ്? മൊണാക്കോ. ജനസംഖ്യാ സാന്ദ്രത എന്ന് പറയുന്നത് പോപ്പുലേഷൻ ഡെൻസിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. ജനസംഖ്യാ സാന്ദ്രത കുറഞ്ഞ രാജ്യം ഗ്രീൻലാൻഡ്. ജനസംഖ്യാ പഠനം ഏത് ശാസ്ത്രശാഖയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ജനസംഖ്യാശാസ്ത്രം. ജനസംഖ്യാ പിരമിഡ് എന്താണ്? ജനസംഖ്യയുടെ പ്രായ വിതരണത്തെ കാണിക്കുന്ന ഒരു ഗ്രാഫ്. ജനസംഖ്യാ നയങ്ങൾ രൂപീകരിക്കുന്നത് ഏത് സംഘടനയാണ്? ഐക്യരാഷ്ട്രസഭ. ആഗോള ജനസംഖ്യാ ദിനം ഏത് വിഭാഗത്തെ കൂടുതൽ ശ്രദ്ധിക്കുന്നു? സ്ത്രീകളും കുട്ടികളും. ജനസംഖ്യാ ദിനം ആദ്യം ആരുടെ ആഭിമുഖ്യത്തിൽ പ്രമാണിച്ചു? ഡോക്ടർ KC സാക്രിയ. ജനസംഖ്യാ ദിനം പൊതുവെ എവിടെയാണ് കൂടുതൽ ആഘോഷിക്കുന്നത്? സ്കൂളുകളിലും കോളേജുകളിലും. ലോകത്തിലെ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള രാജ്യം വത്തിക്കാൻ സിറ്റി. ലോക ജനസംഖ്യയിൽ ഏറ്റവും കൂടുതൽ വർധനവുള്ള ഭൂഖണ്ഡം ആഫ്രിക്ക. 2023 ലോക ജനസംഖ്യാ ദിനത്തിൻ്റെ ചുക്കാൻ പിടിച്ചത് UNFPA. ജനസംഖ്യാ ദിനം ഏത് രാജ്യങ്ങളിൽ കൂടുതൽ ആഘോഷിക്കുന്നു? ഇന്ത്യ, ചൈന, ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ് കൂടുതലായി ആഘോഷിച്ചു വരുന്നത്. ജനസംഖ്യാശാസ്ത്രത്തിൻ്റെ പിതാവ് ജോൺ ഗ്രാൻഡ്. കേരളത്തിൽ ഏറ്റവും ജനസാന്ദ്രതയുള്ള ജില്ല തിരുവനന്തപുരം. സ്വതന്ത്ര ഇന്ത്യയിലെ എത്രാമത്തെ സെൻസസ് ആണ് 2011 നടന്നത്? 7ാമത്തെ. ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടന്ന വർഷം 1872. പുരുഷന്മാരെക്കാൾ സ്ത്രീകളുള്ള ഏക കേന്ദ്ര ഭരണ പ്രദേശം പുതുശ്ശേരി. പുരുഷന്മാരെക്കാൾ സ്ത്രീകളുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം കേരള. സാക്ഷരത കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ബീഹാർ. സാക്ഷരത കുറഞ്ഞ കേന്ദ്ര ഭരണ പ്രദേശം ദാദ്ര നഗർ ഹവേലി. കേരളത്തിലെ സാക്ഷരത കുറഞ്ഞ ജില്ല പാലക്കാട്. സ്ത്രീ പുരുഷ അനുപാതത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ജില്ല കണ്ണൂർ. സാക്ഷരത കൂടിയ ഇന്ത്യൻ സംസ്ഥാനം കേരള. കേരളത്തിലെ സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കുറഞ്ഞ ജില്ല ഇടുക്കി. ജനസംഖ്യ 500 കോടിയിലെത്തിയ വർഷം 1987. ഏതൊക്കെ പദങ്ങൾ കൂടിച്ചേർന്നതാണ് കാനേഷുമാരി എന്ന പദം? ഖാനെ, ഷൊവാരെ. ഡെമോഗ്രഫി എന്ന പദത്തിൽ ഗ്രാഫി എന്ന പദത്തിൻ്റെ അർത്ഥം വരയ്ക്കുക എന്നാണ്. ലോകത്തെ ആകെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് ഇന്ത്യയുടെ വിസ്തൃതി? 2.42%. ലോകത്ത് എപ്പോൾ എവിടെയാണ് ആദ്യത്തെ സെൻസസ് നടന്നത്? 1790 അമേരിക്കയിലാണ് ആദ്യത്തെ സെൻസസ് നടന്നത്. എപ്പോഴാണ്? 1790. എവിടെയാണ്? അമേരിക്കയിൽ. ഇന്ത്യയിൽ എപ്പോഴാണ് ആദ്യത്തെ പൂർണ്ണവും ശാസ്ത്രീയവുമായ സെൻസസ് നടന്നത്? 1881. ഏത് കുട്ടിയുടെ ജനനത്തോടെയാണ് ഇന്ത്യൻ ജനസംഖ്യ 100 കോടിയിലെത്തിയത്? ആസ്ത. ലോകത്തിലെ ഏറ്റവും വലിയ സെൻസസ് ഏത് രാജ്യത്തിൻ്റേതാണ്? ഇന്ത്യ. കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? മലപ്പുറം. ജനസംഖ്യയിൽ ഇന്ത്യയിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രാമതാണ്? 13. കേരളത്തിൽ ജനസംഖ്യയിൽ മുന്നിലുള്ള ജില്ല മലപ്പുറം. സാക്ഷരതാ നിരക്ക് കൂടിയ ജില്ല പത്തനംതിട്ട. ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള വില്ലേജ് മാപ്പാറ, ഇടുക്കി.
കേരളത്തിലെ സ്ത്രീ പുരുഷ അനുപാതം 1084/1000 2011 സെൻസസ് പ്രകാരം. ഏറ്റവും കുറവ് ജനസാന്ദ്രതയുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശ്. ജനസംഖ്യ കൂടിയ സംസ്ഥാനം ഉത്തർപ്രദേശ്. ജനസംഖ്യ കുറഞ്ഞ സംസ്ഥാനം സിക്കിം. ജനസാന്ദ്രത കൂടിയ കേന്ദ്രഭരണ പ്രദേശം ന്യൂഡൽഹി. ജനസംഖ്യ ഏറ്റവും കുറവുള്ള കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപ്. സാക്ഷരത കൂടിയ ഇന്ത്യൻ സംസ്ഥാനം. 100 കോടി ജനസംഖ്യയിലെത്തിയ ആദ്യ ഭൂഖണ്ഡം ഏഷ്യ. So that's for today's session. See you in another video. Thank you.